നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡലിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതിൽ പറഞ്ഞ അതേ അളവിൽ ചേരുവകളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ വെറും 15 മിനിറ്റിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല രുചികരമായിട്ടുള്ളതുമായ റവ ഇഡലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് വറുത്ത റവ എടുത്തിരിക്കുന്നു. ഇനിയിപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ്സോളം തൈര്, ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ച തൈരാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇളക്കി നമ്മൾ ഇഡലിയുടെ സാധാരണ മാവ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ആക്കി വയ്ക്കുക. അല്പം വെള്ളം കൂട്ടി ഇളക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ റവ അങ്ങ് വെള്ളം കുടിച്ചിട്ട് നല്ല കട്ടിയായിരിക്കും. എന്നാലും നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റോളം അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് റവ കുതിർന്ന് വീർത്ത് ഒട്ടും വെള്ളമില്ലാതെ നല്ല കട്ടിക്കിരിക്കും. ഇനി നമ്മൾ ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ച് ചേർക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുകും ഇട്ട്, ഞാനിവിടെ 2 കാഷ്യൂ ചെറുതായിട്ട് കണ്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി, അല്പം വെളുത്തുള്ളി അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റുക. അതുപോലെ തന്നെ ഞാൻ കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പയ്യെ നിറം മാറി വരുമ്പോഴേക്കും അതിനകത്തേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റുക. അതിനുശേഷം നമ്മൾ ഈ മാവ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് മാവ് ഇപ്പോൾ കട്ടിയായിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഈ ഇതൊന്ന് താളിച്ചങ്ങ് ചേർക്കാം. കടുക് ഇട്ട് താളിച്ചു അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ഇവിടെ ശകലം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മാത്രം ഉപ്പ് വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ചേരുവ ചേർത്ത് കൊടുക്കാനുണ്ട്. കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ അധികം നേരം വെക്കുന്നില്ല, പുളിപ്പിക്കലോ ഒന്നും നടക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായതുകൊണ്ട് ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ അതങ്ങ് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ഇടണ്ട. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ച ശേഷം നമുക്ക് ഇഡലി പാത്രത്തിലേക്ക്, എണ്ണമയം പുരട്ടിയ ഇഡലി പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് വെക്കാം. കോരി ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇഡലി മാവിൻ്റെ ഒരു അഴവ് വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കണം. ആ രീതി വേണം കോരി ഒഴിക്കാൻ. അങ്ങനെ ഇഡലി തട്ടിലേക്ക് കോരി ഒഴിച്ച് അടച്ച് ആവിക്ക് വയ്ക്കാം. അപ്പം ഈ ഇഡലിക്ക് കൂട്ടാൻ നല്ലൊരു ചട്നി വേണ്ടേ. അതിന് നമ്മളിവിടെ പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അല്പം തേങ്ങ, കുറച്ച് പുതിനയില, ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, അതുപോലെ 2-3 കാഷ്യൂ നട്ട്, പിന്നെ ഒരു 5ഓളം ചെറിയുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ ഈ ചട്നി റെഡിയാക്കുന്നത്. ഇതുപോലെ ചട്നി ഉണ്ടാക്കിയ ശേഷം ഒന്ന് താളിച്ച് ചേർക്കാം ഇതിൻ്റെ കൂടെ. ഇനി ഇത് ചൂടോടുകൂടി എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. മറ്റേ സാധാരണ ഇഡലി ആണെങ്കിൽ നമ്മൾ അതൊന്ന് ചൂടാറിയതിന് ശേഷമല്ലേ എടുത്ത് വയ്ക്കാറുള്ളത്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചൂടോടുകൂടി പയ്യെ ഇങ്ങി പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങി പോരും. കാരണം നല്ല സോഫ്റ്റാണ്. അതുപോലെ അരിയാഹാരം കഴിക്കാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഇഡലി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള ഇഡലിയാണ്. ഈ പറയുന്ന അതേ ചേരുവകൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല റവ ഇഡലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ റവ കൊണ്ട് തയ്യാറാക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് റവ ഇഡലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.